പരിശുദ്ധ ദേവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഈ അൾത്താരയിൽ ഇങ്ങനെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ. എൻ്റെ പേര് റിരി ജോർജ്. ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് പഴങ്ങാട് ഇടവകയിൽ നിന്ന് വരികയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 7 ആയിരുന്നു. ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു എനിക്ക് OET എക്സാം പാസ്സാവുക എന്നുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ്. ഞാനപ്പോൾ ഈ OET എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലേക്ക് വന്നപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ എങ്ങനെ പാസ്സാകും എന്നൊക്കെ. എന്നിരുന്നാലും ഞാൻ OET എന്ന നിയോഗ ഉടമ്പടിയിൽ വെച്ചിരുന്നതിൻ്റെ ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ക്ലാസ്സിൽ ഞാൻ പോയി തുടങ്ങി. ക്ലാസ് ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് സ്പീക്കിംഗ് എന്ന മൊഡ്യൂളായിരുന്നു. അതിലെനിക്ക് ടീച്ചേഴ്സൊക്കെ വന്നിരുന്നിട്ട് എന്നോട് സ്പീക്കിംഗ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പക്ഷേ പ്രാർത്ഥനയിലും മാതാവിൻ്റെ കൂടെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്കങ്ങനെ സ്പീക്കിംഗ് എനിക്ക് ഒരുവിധം ഞാൻ കയറി വന്നു. അങ്ങനെ എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ സ്പീക്കിങ്ങിന് ഞാൻ ചെന്നിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ മാതാവ് ഇങ്ങനെ ഇൻ്റർലോക്യൂട്ടറായിട്ടൊക്കെ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എൻ്റെ ഇൻ്റർലോക്യൂട്ടർ ബ്രേക്കിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഫോറിനറായിരുന്നു. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ധൈര്യം മുഴുവൻ പോയി. പിന്നെ ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കയറി, ഞാൻ ചെന്നിരുന്നു. അപ്പോൾ ആ ഇൻ്റർലോക്യൂട്ടർ എന്നോട് മലയാളത്തിൽ സംസാരിച്ചു. ഞാൻ ലിസി ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഇൻ്റർലോക്യൂട്ടർ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കംഫർട്ടബിളാക്കി. എനിക്കങ്ങനെ സ്പീക്കിങ്ങിന് എന്നെ ഒരുപാട് സഹായിച്ചു. ആളിങ്ങനെ വാച്ചിൽ എനിക്കിങ്ങനെ ടൈമൊക്കെ കഴിയാറായി എന്നൊക്കെ കാണിച്ചു തരികയൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും പാട്. അതിനെനിക്ക് 380 കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി ഒന്നുകൂടി പുതുക്കി. അപ്പോൾ കൗൺസിലർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബൈബിൾ വായിക്കുന്നത് കുറവാണ്, ബൈബിൾ നന്നായി വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ബൈബിൾ വായനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. റീഡിങ് ലിസണിങ് വരെ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയത്. ഞാൻ ഇപ്പോൾ ഒരുപാട് ബൈബിളായിരുന്നു പിന്നെ കൂടുതൽ വായിക്കാൻ തുടങ്ങിയത്, എൻ്റെ മെറ്റീരിയൽ വായിക്കുന്നതിൽ കൂടുതലായിട്ട്. അങ്ങനെ എക്സാം രണ്ടാമത് 1 മാസത്തിനകം തന്നെ ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. ആദ്യത്തെ എക്സാം ഞാൻ കോയമ്പത്തൂർ പോയായിരുന്നു എടുത്തത്. എല്ലാവരും പറഞ്ഞു അവിടെ എഴുതുന്നതാണ് കുറച്ചുകൂടി ഈസി എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ എക്സാം ഞാൻ നാട്ടിൽ തന്നെ ഇവിടെ തേവര അടുത്ത് തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോയി ആ എക്സാം എഴുതി. പക്ഷേ എനിക്ക് ആ എക്സാം ഭയങ്കര പാടായിരുന്നു. ഇത് സ്പീക്കിംഗ് ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ റിസൾട്ടിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ടും എനിക്ക് പാസ്സാവാൻ കഴിയില്ല. അങ്ങനെ റിസൾട്ട് വരുന്ന ടൈമിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ ഇങ്ങനെ റിസൾട്ട് നോക്കി. എനിക്ക് ഏറ്റവും ടഫായിരുന്ന റീഡിങ് ലിസണിങ്. എനിക്ക് 350 കറക്റ്റ് മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാനങ്ങനെ OET പാസ്സായി. ഞാൻ OET പാസ്സായതിന് ശേഷം എല്ലാ യൂറോപ്യൻ കൺട്രീസിലോട്ടുള്ള അയർലൻഡ്, ന്യൂസിലൻഡ്, UK എല്ലാ കൺട്രീസും റിക്രൂട്ട്മെൻറ്റുകളെല്ലാം ഫ്രീസ് ചെയ്തു. 1.5 വർഷത്തോളം ഞാൻ ഒരു 300ഓളം ഇൻ്റർവ്യൂസും ആപ്ലിക്കേഷൻസും എല്ലാം ഞാൻ അയച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ആ ഒരു ടൈമിൽ ഞാൻ നാട്ടിൽ ജോലിക്ക് കയറിയിരുന്നു. അങ്ങനെ ജോലി കയറി ഞാൻ ഉടമ്പടിയിലൊക്കെ പതിയെ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാം പുറകോട്ട് പോയി. വീണ്ടും അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു. അതിൻ്റെ വാലിഡിറ്റി 1 ഇയർ കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും ഒരു തവണ കൂടി ഞാൻ DL എടുത്തു. അതിൻ്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നെയെങ്കിലും ജോലി റെഡി ആവണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ കൃത്യമായി ചെയ്യാൻ തുടങ്ങി. എനിക്കങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. നാട്ടിൽ കൊച്ചിയിൽ വെച്ചൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ലഭിക്കുമെന്ന് തന്നെ വിചാരിച്ചു ഞാൻ അവിടെ പോയി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് കിട്ടില്ല, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആത്മീയമായി മാനസികപരമായി ഒരുപാട് തളർന്നു. അതിനുശേഷം എനിക്ക് വേറൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അതെനിക്ക്
ഇപ്പോഴും അറിയില്ല അതെനിക്ക് എങ്ങനെ കിട്ടിയതാണ് എന്നറിയില്ല. ആ ഏജൻസിൻ്റെ നമ്പർ, ആ ഏജൻസി എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്നു. എനിക്ക് ആദ്യം ഫസ്റ്റ് നഷ്ടപ്പെട്ട ഇൻ്റർവ്യൂ ഒരു നേഴ്സിംഗ് ഹോമായിരുന്നു. ഇവരും എനിക്ക് ആദ്യം ഒരു ഇൻ്റർവ്യൂ തന്നു, അത് നേഴ്സിംഗ് ഹോമിലായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. അത് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കൂടി വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ സെലക്റ്റായി. എനിക്കിപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും വർഷമായി ഞാൻ ഇതുവരെ ജോലിക്കൊന്നും പുറത്തോട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബാച്ചിൽ ഞങ്ങൾ ഒരു 48 പേരുണ്ട്. അതിൽ 47 പേരും UK, അയർലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട്. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്ന സാലറിയിൽ ഏറ്റവും അധികം സാലറിയുടെ പാക്കേജും ബെനിഫിറ്റ്സും കൂടിയാണ് എനിക്ക് ഈ ജോലി കിട്ടിയിരിക്കുന്നത്. അത് എൻ്റെ കൃപയാലല്ല, എൻ്റെ ഒരു കഴിവിലുമല്ല, മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. എനിക്കിതിലെല്ലാം എന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മച്ചിയും ഹസ്ബൻഡും എല്ലാ ഫാമിലിയുമാണ്. അവർ കാരണമാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഈ ആൾക്കാരെ സാക്ഷ്യം പറയുന്നത്. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഏറ്റവും ആവശ്യം ആർക്കുള്ളതാണെന്ന് നോക്കിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ പത്രമാണെങ്കിലും ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കൊടുക്കും. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ 12 നിലയാണ്. ഞാൻ ഏറ്റവും നേരത്തെ നിലയിൽ പോയിട്ട് ഓരോ ഫ്ലോറിൽ ഇറങ്ങി വന്നിട്ട് മിക്ക ഫ്ലോറുകളിലും ICU ഉണ്ട്. ആ ICUവിലേക്ക് ഫ്രണ്ട് ഇരിക്കുന്നത് ഓരോരുത്തർക്കും കൊടുക്കും. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പേരുടെ 4 ആളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് വളരെ പേടിയുള്ള ഒരാളാണ്. ഇങ്ങനെ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് പോലും ഈശോയുടെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 17 തിരുവചനം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഈ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. നമ്മൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന ഒരു വലിയ കമൻ്റാണിത്. എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ ചോദിച്ച ഈ കാര്യവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നുവെന്ന്. എന്ന് വെച്ചാൽ മുൻപ് നീ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നൽകിയിട്ടുണ്ട്, ഇതും ഞാൻ നിനക്ക് നൽകുന്നു, കാരണം എനിക്ക് നിന്നെ നന്നായി അറിയാം. റിനി ജോർജ് എന്ന് പറയുന്ന ഈ മകൾ വിദേശത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. OETയുടെ മൊഡ്യൂളെല്ലാം വളരെ ടഫായിരുന്നു എന്നാണ് ഈ മകൾ ഇവിടെ ഏറ്റു പറയുന്നത്. പക്ഷേ ഓരോ സമയത്തും സ്പീക്കിങ്ങിൻ്റെ വളരെ ടഫായിട്ടുള്ള ഒരു സ്റ്റേഷനായിരുന്നു. അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എത്ര എളുപ്പത്തിൽ പരിശുദ്ധ അമ്മ അവരെ കടത്തിവിട്ടു എന്ന് ഈ മകൾ പറയുകയുണ്ടായി. ഒരു ഫോറിനർ തന്നെ വന്ന് തന്നോട് മലയാളത്തിൽ അറിയാവുന്ന മലയാളം വാക്കുകൾ ഈ മകളോട് സംസാരിച്ച് ഇവൾ വിട്ടുപോയ കാര്യങ്ങൾ ഏറ്റെടുത്ത് സമയമായി നീ പെട്ടെന്ന് പറയണം. ഒരു ഇൻ്റർവ്യൂവർ ഒരിക്കലും അങ്ങനെ സംസാരിച്ച് ഹെൽപ്പ് ചെയ്യാത്തതാണ്. മാക്സിമം നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റിയോ എത്രമാത്രം കോമ്പിറ്റൻ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യുന്നതാണ്, ചെക്ക് ചെയ്യുന്നതാണ് ഒരു ഇൻ്റർവ്യൂ. ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് വളരെ പെട്ടെന്നാണ് ആ സ്പീക്കിംഗ് മൊഡ്യൂൾ പാസ്സാകാൻ സാധിച്ചതെന്ന് ഇവിടെ ഏറ്റു പറയുന്നു. കൗൺസിലർ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അസസ്മെൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ബൈബിൾ വായിക്കുന്നത് കുറവാണ്. മകൾ വളരെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടി വളരെ കൃത്യമായി പാലിച്ച് ഇവിടെ നിന്ന് പോയതിന് ശേഷം OET പാസ്സായി. അതിനുശേഷം വിസ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഈ മകൾക്കുണ്ടായിരുന്ന ആദ്യത്തെ തന്നെ ഒരു ഒബ്സ്റ്റക്കിൾ അതായിരുന്നു. പല കൺട്രികളും ഫ്രീസിങ്ങിലായിരുന്നു. അവർക്ക് യാതൊരു ഫോറിനേഴ്സിനെ, ഇന്ത്യൻസിനെ വിസ നൽകുന്നില്ല എന്നുള്ള ഒരു അറിയിപ്പാണ്. വളരെ അധികം പ്രാവശ്യം ഈ മകൾ തകർന്നു പോയെങ്കിലും ഈ മകൾക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു അറിയിപ്പാണ്, നിനക്ക് ലഭിക്കുന്ന ഈ വിസ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലായിരിക്കുമെന്ന്. ഇവരുടെ ഒപ്പം 47 പേർ പഠിച്ച് വിദേശങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ 48ാമത്തെ ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് നന്ദി പറയുന്നത്, ഞാനാണ് ഏറ്റവും അധികം ഹൈലി പാക്കേജുള്ള സാലറിയും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും അങ്ങനെ എല്ലാ സാഹചര്യങ്ങളോടും കൂടി അടുത്ത് പള്ളിയുണ്ട്,
എനിക്ക് എപ്പോഴും പോയി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാനെപ്പോഴും ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് സാധിക്കും. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് വേണ്ടി മുന്നേ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഉടമ്പടി ചെയ്തതെന്ന് റീനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. വിസ പ്രോസസ്സിങ്ങിൽ, അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റൻ്റ് എക്സാമിൽ തടസ്സം നിൽക്കുന്ന, അതിന് വിഷമങ്ങൾ അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന എല്ലാ യുവതിയുവാക്കളുടെയും മക്കളുടെയും സാഹചര്യങ്ങളെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് റിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.